ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നലെ രാവിലെ നമ്മുടെയൊക്കെ നേരം പുലർന്നപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസിൻ്റെ ചില വെളിപ്പെടുത്തലുകൾ കേട്ടിരുന്നു. അദ്ദേഹം പറയുന്നത് മെഡിക്കൽ കോളേജുകളുടെ ദയനീയാവസ്ഥയാണ് അദ്ദേഹം പറഞ്ഞത്. പ്രത്യേകിച്ച് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ അടിസ്ഥാന സൗകര്യങ്ങളില്ല. ഓപ്പറേഷന് വരുന്ന രോഗികൾ, സർജറിക്ക് വരുന്ന രോഗികളെ കൊണ്ട് തന്നെയാണ് അതിനുള്ള സാധനങ്ങൾ വാങ്ങിപ്പിക്കുന്നത്. അത് വാങ്ങിച്ചു തന്നാൽ മാത്രമേ അവരുടെ സർജറി നടക്കുകയുള്ളൂ. അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യതക്കുറവ് കാരണം അവർക്ക് ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ജീവൻ നഷ്ടമാകുന്ന അവസ്ഥ വരെ കാണുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ന്യൂസ് കണ്ടത് ഇപ്പം 1-2 പേരുടെ അവസ്ഥ നമ്മൾ കണ്ടു. അതായത് അവർ സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് പോലും കുറേ സമയം എടുക്കുന്നുണ്ട്. ഇപ്പം ഒരു മകൻ പറഞ്ഞത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് സ്കാനിങ് മെഷീൻ ഒരെണ്ണേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഡയബറ്റിക് പേഷ്യൻ്റാണ് അമ്മ, 8 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ അമ്മ ഇന്ന് രാവിലെ മരിക്കുകയും ചെയ്തു, ഇന്ന് മരിച്ചു. അപ്പം അതുപോലെ തന്നെ വേറൊരു പേഷ്യൻ്റ് പറയുന്നുണ്ട് സ്ട്രോക്ക് വന്ന് കൊണ്ടുപോയതാണ് മെഡിക്കൽ കോളേജിലേക്ക്. അവിടെ ചെന്നപ്പോൾ സ്ഥലമില്ല കിടത്താനായിട്ട്. അപ്പം 2 പേരെ ഒരു കട്ടിലേക്ക് കിടത്താമെന്ന് പറഞ്ഞത്. സ്ട്രോക്ക് വന്ന ആളെയൊക്കെ 2 പേരെ ഒരു കട്ടിലയിലൊക്കെ കിടത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ ഇങ്ങനെയൊക്കെ ആണോ? കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി പറയുന്നത്, ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറയുന്നത് 700 കോടിയാണത്ര ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. ഈ 700 കോടിയൊക്കെ ഇപ്പോൾ 6 പോക്കറ്റിലേക്കാണ് പോയത്. 6 വീടും 6 നാടും ഒക്കെയാണ് നന്നാക്കിയിരിക്കുന്നത്. മെഡിക്കൽ കോളേജുകളിലൊന്നും ഇതൊന്നും എത്തിയ ലക്ഷണം കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇത്രയധികം അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ലഭ്യതക്കുറവൊന്നും വരില്ലല്ലോ. പിന്നെ ഇന്ന് രാവിലെ ഞാനൊരു ക്ലിപ്പ് ഇവിടെ കൊടുക്കാം, നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കൂ. ഷോപ്പിലൊക്കെ ഒരുപാട് പേരെത്തും. അതുകൊണ്ട് ഈ അമ്മയ്ക്ക് അവിടെ അകത്തിരിക്കാൻ കൗണ്ടറിൽ ഇടയില്ല. അതുകൊണ്ട് പുറത്ത് വന്ന് സ്കൂട്ടർ. ഇന്ന് രാവിലെ നടന്നൊരു സംഭവമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു കുഞ്ഞിനെ കൊണ്ട്, അമ്മ ഭയങ്കര പനിയായിട്ട് കുഞ്ഞിനെ കൊണ്ട് വന്നതാണ്. കുഞ്ഞിനെ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ സ്ഥലമില്ലാഞ്ഞിട്ട് അമ്മ സ്കൂട്ടറിൽ കുഞ്ഞിനെ കിടത്തിയിരിക്കുകയാണ്. അതായത് ടോക്കൺ നമ്പർ ആവുന്നത് വരെ കുഞ്ഞിനെ സ്കൂട്ടറിൽ, അമ്മ വന്ന സ്കൂട്ടറിൽ കുഞ്ഞിനെ കിടത്തിയിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പം അത്ര പോലും സൗകര്യമില്ലാത്ത, ഇനിയിപ്പോൾ കുഞ്ഞുങ്ങളുടെ ഒ.പി ടിക്കറ്റ്, ഇത്രയും നാൾ കുഞ്ഞുങ്ങൾക്കുള്ള ഒ.പി ടിക്കറ്റൊക്കെ ഫ്രീ ആയിരുന്നു. ഇനിയിപ്പോൾ ഒ.പി ടിക്കറ്റിനും കാശുണ്ട്. വലിയ കാശൊന്നും അല്ലെങ്കിൽ പോലും ഒ.പി ടിക്കറ്റിന് കാശ് ഈടാക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇനിയിപ്പോൾ ഡോക്ടർ ഹാരിസ് സൂക്ഷിക്കുകയും വേണം. കാരണം ഡോക്ടർ ഹാരിസിന് വളരെയധികം ഭീഷണിയും മറ്റുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വീണ ജോർജ് പറഞ്ഞത് ഡോക്ടർ ഹാരിസ് വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളൊരു ഡോക്ടറാണെന്നാണ്. അദ്ദേഹം വെറും ഹാർഡ് വർക്കിംഗ് മാത്രമല്ല, തീർച്ചയായിട്ടും അദ്ദേഹം വളരെ സിൻസിയർ ആയിട്ടുള്ളൊരു ഡോക്ടറാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത് പുറത്ത് പറയാൻ ധൈര്യം കാണിച്ചത്. നല്ല ആർജവമുള്ള ഡോക്ടർ ആയതുകൊണ്ടാണ് ഇത് പുറത്ത് പറയാൻ, അദ്ദേഹം സങ്കടം സഹിക്കാൻ വയ്യാണ്ടാണ് ഇത് പുറത്ത് പറഞ്ഞത്. അപ്പോൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ, അതായത് നമ്മുടെ തലസ്ഥാന നഗരിയിലെ മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ മറ്റുള്ള മെഡിക്കൽ കോളേജിലൊക്കെ അവസ്ഥ ഊഹിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഡോക്ടർ ഹാരിസ് ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. ഇനി എന്തെങ്കിലും തന്നെയല്ല, കേരളീയർ ഇതിലും വലിയ എന്തോ ഒരു സംഭവം നടക്കാനിരിക്കുന്നുണ്ടെന്ന് വേണം കരുതാൻ. എങ്കിൽ മാത്രമല്ലേ നമ്മുടെയൊക്കെ ശ്രദ്ധ ഇതിൽ നിന്ന് തിരിച്ചുവിടാൻ പറ്റുള്ളൂ.